കണ്ണെല്ലാവരും കൂട്ടും. ഇനി ആരും കണ്ണ് തുറക്കാൻ പാടില്ല. ഞാൻ ഞാൻ പറയുമ്പോൾ മനസ്സിൽ മനസ്സിലായി എല്ലാവരും അവൻ അങ്ങനെ കുട്ടിക്കറിഞ്ഞിട്ട് അവനാരും ഏറ്റയില്ല. എന്താണെന്ന് പറയും, ഉമ്മാനെ കൊന്ന ആൾക്ക് ആർക്കാ ഇഷ്ടം ഉണ്ടാവുക? ഉമ്മാനെ കൊന്ന ആളോട് ആർക്കാ സ്നേഹം ഉണ്ടാവുക? ആർക്കും സ്നേഹം ഉണ്ടാവില്ല. അവൻ പൊന്നുമക്കളെ അവൻ ഇങ്ങനെ ആലോചിക്കുക. മക്കളെ, അന്നാണ് അവൻ്റെ ഉമ്മാനെ വില മനസ്സിലാക്കി. എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ഞാൻ ചോദിച്ചില്ലേ, നിങ്ങൾ നിങ്ങളുടെ ഉമ്മ പറഞ്ഞത് കേൾക്കാറുണ്ടോ? അയാൾക്ക് കൈകൊണ്ടിരിക്കാൻ പറ്റിയില്ലല്ലോ. നിങ്ങൾ ഉമ്മാനെ പറഞ്ഞത് അനുസരിക്കുന്നില്ലല്ലേ? ഉമ്മ പറഞ്ഞത് കേൾക്കാറില്ലല്ലേ? പലപ്പോഴും ഉമ്മ പ്രവർത്തിച്ചിട്ടുണ്ടല്ലേ? എന്നാൽ എൻ്റെ പൊന്നുമക്കളെ, ഇന്ന് നിങ്ങൾ ഉമ്മാന്റെ വില മനസ്സിലാക്കുക. ആരാണ് നിങ്ങളുടെ ഉമ്മായത് ഇന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ ഞാൻ പറയുന്നത് ചെയ്യുന്നു. ഇന്ന് ഈ ക്യാമ്പിന്റെ കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുക. ഞാൻ പറയുന്നത് മനസ്സിലിങ്ങനെ ഇമാജിൻ ചെയ്യും. നിങ്ങളിങ്ങനെ നടന്ന് റോട്ടിലൂടെ നടന്ന് പോകുമ്പോൾ ആളുകളൊക്കെ നിങ്ങളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് നിങ്ങൾ കാണുന്നു. നിങ്ങൾ അവർ ദയനീയമായ നോക്ക് അതൊന്നും മെയിൻ ചെയ്യാതെ നിങ്ങളിങ്ങനെ ചെന്ന് നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തെത്തി. അപ്പോഴേതാ നിങ്ങളുടെ വീട്ടിൽ ഒരു ടാർപ്പായ വലിച്ചു കിട്ടിയിരുന്നു. അതിൻ്റെ ചുവട്ടിൽ കുറച്ച് ആളുകൾ നിൽക്കുന്നത് കാണുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നു, ഇന്ന് എന്താണ് എൻ്റെ വീട്ടിൽ പരിപാടി? ഇന്ന് എൻ്റെ വീട്ടിൽ പരിപാടി ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. ഇന്ന് ഞാൻ മദ്രസയിലേക്ക് പോകുമെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇന്ന് എന്താണ് എൻ്റെ വീട്ടിൽ പരിപാടി എന്ന് ആലോചിച്ച് നിങ്ങൾ കയറുമ്പോൾ അവിടെയുള്ള ആളുകൾ പറയാം, നോമ്പ് വരുന്നത് പാവനെ എന്ന് നമ്മളെ നോക്കി പറയാം. നമ്മളെ ആളുകളെ തട്ടി മാറ്റി നമ്മളെ വീടിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി ചെന്നപ്പോ സിറ്റ് ഔട്ടും കടന്ന് ആളിലെത്തിയപ്പോ നമ്മളൊരു രംഗം കാണാണ്. എന്താ രംഗം അറിയോ? ആ രംഗം ഒരിക്കലും കാണരുതേ എന്നാഗ്രഹിച്ച, ഒരിക്കലും സംഭവിക്കരുതേ എന്നാഗ്രഹിച്ച രംഗം, ഒരിക്കലും ഉണ്ടാകരുതേ എന്ന് ചിന്തിച്ച രംഗം. നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമ്മ, നമ്മുടെ ഉമ്മ, നമ്മുടെ എല്ലാമായ ഉമ്മ മൂക്കിലിങ്ങനെ പഞ്ഞി വെച്ച് താഴെ കെട്ടി മരിച്ചു കിടക്കുന്നവരാണ്. ഇന്ന് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾ നേരെ ചെന്ന് നിങ്ങളെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോ രംഗം കണ്ടപ്പോ മനസ്സിനെ പടക്കരുത്, കാലിങ്ങനെ വിറക്കണ്, ഹൃദയങ്ങളെ പടരുത്. ആ രംഗം കണ്ട് നിങ്ങൾ നിങ്ങളുടെ പൊന്നുമാന്റെ മയ്യത്തിന്റെ അരികങ്ങനെ പോയിട്ട് അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും ഉമ്മ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് സലാം പറയണം. സാധാരണ നിങ്ങൾ മദ്രസ വിട്ടു വരുമ്പോൾ നിങ്ങൾ സലാം പറയുമ്പോൾ നിങ്ങളെ കെട്ടിപ്പിടിച്ച് സലാം അടക്കുന്ന ഉമ്മ തരുന്ന നിങ്ങളെ പൊന്നുമ്മല്ലേ. ഇന്ന് നിങ്ങൾ ചെല്ലുന്നു, നിങ്ങളെ ഉമ്മ നിങ്ങളെ മെയിൽ ചെയ്യൂല, നിങ്ങളെ ഉമ്മ നിങ്ങളെ നോക്കൂല. ഇന്ന് നിങ്ങൾ ചെല്ലുമ്പോ നിങ്ങളെ മുഖത്തേക്ക് ഒന്ന് നോക്കുമ്പോൾ പൊന്നുമ്മ ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഉമ്മ ഉമ്മ ചെയ്യണേ, നിങ്ങൾ പൊന്നുമോനാണ് പറഞ്ഞിട്ടുള്ളത്. ഉമ്മ നിങ്ങൾ പൊന്നുമോനാണ് പറഞ്ഞിട്ടുള്ളത്. ഉമ്മ ഉമ്മ കണ്ണ് തുറക്കുമ്മ. ഉമ്മ ഉമ്മ എന്തായാലും നോക്കാത്തത്? ഉമ്മ എന്താണ് എന്നോട് മിണ്ടാത്തത്? ഉമ്മ എന്താ ഉമ്മ എന്നോട് മിണ്ടാത്തത്? ഉമ്മ എന്തായാലും നോക്കാത്തത്? ഉമ്മാക്കിനോട് പിണക്കാണോ? ഉമ്മാക്കിനോട് വെറുപ്പാണോ? ഉമ്മച്ചേ ഒന്ന് കണ്ണ് തുറക്കുമ്മ. ഉമ്മ 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 കണ്ണ് തുറക്കുമ്മ പ്ലീസ്.
കണ്ണു തുറക്കുമ്പോ എനിക്ക് പേടിയാവുന്നുണ്ട് ഉമ്മ, എനിക്ക് പേടിയാവുന്നുണ്ട്. ഉമ്മച്ചി പ്ലീസ് ഒന്ന് കണ്ണു തുറക്കുമ്പോ എന്തോ നോക്കുന്നത്. ഉമ്മ ഈ മോളോട് വെറുപ്പാണ്, ഈ മോളോട് വെറുപ്പാണ് എന്ന് പറഞ്ഞു നമ്മളിങ്ങനെ പൊട്ടി പൊട്ടി പൊട്ടിക്കരയുമ്പോ നമ്മുടെ എല്ലാമായ ഉമ്മ, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഉമ്മ, നമുക്ക് വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ച, നമുക്ക് വേണ്ടി എല്ലാ യാതനകളും വേദനകളും സഹിച്ച ആ ഉമ്മ നമ്മളൊന്നും ചെയ്യൂല, നമ്മളൊന്ന് നോക്കുക പോലും ചെയ്യില്ല. ആ നേരത്തെ ചില ആളുകളൊക്കെ വന്ന് പറയണം, മോളെ കരയണ്ടടി, മോളെ കരയണ്ട, മോനെ എന്തിനാ കരയുന്നത്, ഞങ്ങളില്ലടാ നിന്റെ കൂടെ എന്ന് പറയുന്നത്. പക്ഷെ ആരുണ്ടായിട്ടില്ല, ആരുണ്ടായാലാണ് ഉമ്മാക്ക് പകരാവുക, ആരെങ്കിലും ഉമ്മാക്ക് പകരാവോ? ആരുണ്ടായിട്ട് ഉമ്മാക്ക് പകരാവില്ലല്ലോ. തണലായിരുന്ന, എല്ലാം എല്ലാമായിരുന്ന, അഭയമായിരുന്ന ആ ഉമ്മ നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം. ഈ ഉമ്മ നമ്മളൊന്ന് നോക്കൂല, ഇന്ന് ഈ ഉമ്മ നമ്മളൊന്ന് മെയിൻറ്റ് ചെയ്യൂല, നമ്മളെ സംസാരിക്കൂല, ഉമ്മ നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യില്ല എന്ന് മനസ്സിലാക്കി നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നിലവിളിക്കുമ്പോ, വാവിട്ട് കരയുമ്പോ, മക്കളെ, എന്റെ പൊന്നു മക്കളെ, ആളുകൾ ഇങ്ങനെ വന്നിട്ട് ഉമ്മാനെ, നമ്മുടെ ജീവനായ ഉമ്മാനെ, ഉമ്മാനെ ആ ഉമ്മാന്റെ മേലിങ്ങനെ പഞ്ഞി വെച്ച് വെള്ള വസ്ത്രത്തിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട്, ഉമ്മാനെ വെള്ള വസ്ത്രത്തിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് ഉമ്മാന്റെ മയ്യത്തിനെ കൊണ്ടുപോകാൻ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന ആ മയ്യത്ത് കട്ടയിലേക്ക് നമ്മുടെ ഉമ്മാന്റെ മയ്യത്തിനെ എടുത്ത് വെക്കുന്നു. ഉമ്മാന്റെ മയ്യത്ത് ആളുകൾ എടുത്ത് വെക്കുന്ന നേരത്തിൽ ഉമ്മാന്റെ മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോയാ കാണാൻ നമുക്ക് പറ്റൂലല്ലോ. ഉമ്മാനെ കാണാതെ നമ്മളെങ്ങനെ ജീവിക്കും? ഉമ്മാനെ കാണാതെ നമുക്ക് എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുക? പലപ്പോഴും ഉമ്മ വിരുന്ന് പോയപ്പോ, മറ്റുള്ള വീട്ടിലേക്കൊക്കെ നമ്മൾ പോയപ്പോ ഉമ്മാനെ കാണാത്തോണ്ട് നമുക്ക് ഉറക്കം പോലും കിട്ടിയില്ലല്ലോ, നമുക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റിയില്ല. ഇനി ആ ഉമ്മാനെ ഒരിക്കലും കാണാൻ പറ്റൂല, ഒരിക്കലും ഒരിക്കലും കാണാൻ പറ്റൂല. ആളുകൾ ഉമ്മാന്റെ മയ്യത്ത് കട്ടിലേക്ക് റോട്ടിലൂടെ ഇങ്ങനെ കൊണ്ടുപോക, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ എന്ന് പറഞ്ഞിട്ട് ഉമ്മാന്റെ മയ്യത്തിനെ കൊണ്ടുപോകുന്ന നേരത്ത് നമ്മളാ കൂട്ടത്തിലുണ്ട്. നമുക്ക് നടക്കാൻ കഴിയുന്നില്ല, നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മളിങ്ങനെ വീങ്ങിപ്പൊട്ട്, നമ്മളിങ്ങനെ തളർന്നു വീട്ടുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുക. നമ്മുടെ പൊന്നുപോലെ ഉമ്മാനെ കൊണ്ടുപോയി പള്ളിയിൽ വെച്ച് മയ്യത്ത് നിസ്കരിച്ച് ഉമ്മാന്റെ മയ്യത്ത് ഇങ്ങനെ ഖബറിലേക്ക് ഇറക്കി വെക്കുക. ഖബർ കൂരിട്ടുള്ള ഖബർ, ആറടി മണ്ണിന്റെ ചുവട്ടിൽ നമ്മൾ ഉമ്മാനെ ഇറക്കി കിടത്തുമ്പോ ഉമ്മാക്കും മലർത്തി കിടത്താനുള്ള സ്ഥലം പോലും ഖബറിലില്ല.
വലിയ ഖബറിൽ ഉമ്മാനെ ചിരിച്ചു കിടത്തുകയാണ്. പാമ്പുകളും തേളുകളും പുഴുക്കളും വിഷജന്തുക്കളും മാരക ജീവികളുമുള്ള ഖബറിലേക്കാണ് നമ്മളെ പൊന്നുമാരാക്കി വെക്കുന്നത്. നമ്മുടെ ജീവനായ ഉമ്മാനെ, നമ്മളെല്ലാമെല്ലാമായ ഉമ്മാനെ, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഉമ്മാനെ, നമുക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഉമ്മാനെ ഒരിക്കൽ പോലും നമ്മളോട് വെറുപ്പ് കാണിക്കാത്ത ഉമ്മാനെ മയ്യത്തിങ്ങനെ ഇറക്കി വെക്കുമ്പോ മുമ്പ് ഖബറിൽ വെച്ച പല ആളുകളുടെയും മേൽ വലിയ പാമ്പുകൾ വന്നിട്ട് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്. ആ ഖബറിലേക്കാണ് ജീവനായ എല്ലാമായ ഉമ്മാനെ പറ്റിച്ചിറക്കി വെച്ച് ഉമ്മാന്റെ മുകളിൽ കല്ലൊക്കെ വെച്ച് ഇങ്ങനെ മൂടിയിട്ട് ആളുകളൊക്കെ ഓരോ പിടി മണ്ണ് ഉമ്മാന്റെ ഖബറിൽ ഇങ്ങനെ വാരി വാരിയിട്ട് ആ ഖബറിങ്ങനെ മണ്ണിട്ട് മൂടിയ ഖബറിന്റെ അടുത്ത് ആളുകളൊക്കെ സലാം പറഞ്ഞ് തിരിച്ചു വരുമ്പോ നമുക്ക് തിരിച്ചു വരാൻ കഴിയുന്നില്ല. നമ്മളങ്ങനെ തിരിച്ചു വരും. ആളുകൾക്ക് ഇതൊരു മയ്യിത്താണെങ്കിൽ, ആളുകൾക്ക് നാട്ടിൽ നടന്ന ഒരു സാധാരണമാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടത് പൊന്നുമ്മയാണ്. ഇന്നു മുതൽ ഉമ്മ എന്ന് വിളിക്കാൻ ഒരാളില്ല. ഇന്നു മുതൽ ഉമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കെട്ടിപ്പിടിക്കുന്നവർ, നമ്മളെ സ്നേഹിക്കുന്നവർ, നമുക്ക് ഭക്ഷണം നൽകുന്നവർ, നമുക്ക് വസ്ത്രമായി അങ്ങനെ കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടൊന്നുമില്ല. ആ പൊന്നുമ്മയില്ലല്ലോ. ആ ഉമ്മാരാണ് ഈ 6 അടി മണ്ണിന്റെ ചുവട്ടിലാക്കിയിട്ടുള്ളത്. ഇനി എനിക്കാരാണത്? എനിക്ക് ഭക്ഷണം തരാൻ, എനിക്ക് വസ്ത്രം വാങ്ങിത്തരാൻ, എന്നെ സ്നേഹിക്കാൻ, എനിക്ക് വേണ്ടത് എന്നെ കൊണ്ടുപോകാതെ പോയത്, ഉമ്മ എന്താ ഒറ്റക്കാക്കി പോയത്? ഉമ്മ പോകുമ്പോ ഈ പൊന്നുമോൻ കൊണ്ടുപോയിരുന്നില്ലേ? ഉമ്മാക്ക് പോകുമ്പോ ഈ പൊന്നുമോളി കൊണ്ടുപോയിരുന്നില്ലേ? ഉമ്മ എനിക്ക് ഇനി ഞാനെങ്ങനെ ഉമ്മയില്ലാത്ത വീട്ടിൽ താമസിക്കും? ഇനി ഞാനെങ്ങനെ താമസിക്കും? ഞാനെങ്ങനെ ജീവിക്കും? എല്ലാരും സ്നേഹിക്കും. പെരുന്നാൾക്ക് എന്റെ വീട്ടിൽ ഭക്ഷണം വെക്കാൻ പോലും ആരുമില്ലല്ലോ. അവരുണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നേ, ഉമ്മണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേ എന്ന് നമ്മളെ ചിന്തിക്കും. പക്ഷേ എത്ര ചിന്തിച്ചിട്ടെന്നാ, എത്ര ആലോചിച്ചിട്ടെന്നാ, ഒരിക്കലും തിരിച്ചു വരൂലല്ലോ. അവരെ ഇനി വരാനുള്ള ഇന്നത്തെ ലോകത്തല്ലേ, കാണാൻ പറ്റാത്ത, കേൾക്കാൻ പറ്റാത്ത, അറിയാൻ പറ്റാത്ത ലോകത്തിന് മക്കളെ അവർക്ക് ആ നേരത്ത് നല്ല വിളിച്ചിട്ട് കാര്യമില്ല. ആ നേരത്ത് ആ സ്നേഹം, ആ മഹത്വം മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. മക്കളെ, പൊന്നു മക്കളെ, ഈ ഉള്ള കാലത്ത് വരെ അവരെ മനസ്സിലാക്കണം. അവർക്ക് വേണ്ടി ജീവിക്കണം. അവർക്ക് വേണ്ടി നമ്മൾ കടമകളും കടപ്പാടുകളും നിർവഹിക്കണം. മുത്തനബി തന്നെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ പൊന്നുമ്മാക്ക് വേണ്ടി, നിന്റെ പ്രിയപ്പെട്ട പൊന്നുപ്പാക്ക് വേണ്ടി നിന്നെ വെട്ടി വെട്ടി നുറുക്കി കഷ്ണമാക്കിയാൽ ആ ഉമ്മാനോടുള്ള കടമ തീരുന്നില്ല, ആ ഉപ്പാനോടുള്ള കടമ തീരുന്നില്ല എന്ന് സയ്യിദുനാ നബി
നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ മക്കളെ ഒരു പാവത്തിണ്ട്, അവരെ മറന്നു പോകരുതേ, അവരെ മറന്നു പോകരുതേ. കൊല്ലുക്കണ്ടല്ലോ, മറ്റാളുകളൊക്കെ ഉമ്മാന്റെ മഹത്വം പറയുമ്പോഴേക്കും പലരും പറയാൻ മറന്നു പോകുന്ന ഒരു സാധു, ഒരു മെഴുകുതിരിയെ പോലെ നമുക്ക് വേണ്ടി ഒഴുകിത്തീർന്നവർ, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർ, ആ പാവത്തെ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുതേ. അവർക്ക് വേണ്ടി ജീവിക്കണേ. നിങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കണം ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കണം ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ദുനിയാവ് മാത്രം രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ? ഒരേ ഒരു മാർഗമുണ്ട്. അത് ഉമ്മാന്റെ പൊരുത്താണ്, അത് ഉപ്പാന്റെ പൊരുത്താണ്, അത് ഉസ്താദുമാരുടെ പൊരുത്താണ്. അതുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതില്ലേ അല്ലാഹുവിന്റെ തൃപ്തി നമുക്ക് സമ്പാദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഉള്ള കാലത്ത് അവരെ വില തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി ജീവിക്കാം, അവർക്ക് വേണ്ടി ജീവിക്കാം, അവരെ നെഞ്ചോട് ചേർക്കുക, അവരെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി കഷ്ടപ്പെടുക. എന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹുവേ, ഞങ്ങളെ പൊന്നുമാർക്ക് ജ്ഞാനത്തിലുള്ള ദീർഘായുസ് നൽകണേ. അല്ലാഹുവേ, ഞങ്ങളെ പൊന്നുമാർക്ക് ജ്ഞാനത്തിലുള്ള ദീർഘായുസ് നൽകണേ. ഒരുപാട് കാലം നൽകണേ. അവരെ പെട്ടെന്ന് വിളിച്ച് ഞങ്ങളെ ടീമുകളാക്കല്ലേ. പെട്ടെന്ന് വിളിച്ച് ഞങ്ങൾ ആരാധകളാക്കല്ലേ. അവരില്ലാത്ത ലോകം ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. അല്ലാഹ്, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. എല്ലാവരും ഒന്ന് കണ്ണപ്പം തുറച്ച് ആരും നോക്കണ്ട, ആരും നോക്കണ്ട, കണ്ണപ്പം തുറക്കി. ഇപ്പുള്ള കാലത്ത് ആ ഉമ്മാനോട് നല്ലപോലെ സംസാരിക്കാൻ പറ്റാതെ, ആ ഉമ്മാനെ ഒന്നും നോക്കാൻ പറ്റാതെ, ആ ഉമ്മാക്ക് ഒരു മുഖം കൊടുക്കാൻ പറ്റാതെ മരിച്ചു കിടക്കണ ഉമ്മാന്റെ അടുത്ത് പോയിട്ട് പൊട്ടി കരഞ്ഞിട്ട് എന്താണ് കാര്യം പലപ്പോഴും ഞാൻ മനസ്സിലാക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മക്കളെ, അത് നഷ്ടപ്പെട്ടാലേ, ആ വിളക്കണഞ്ഞാലേ അതിന്റെ വില നമുക്ക് മനസ്സിലാവും. അന്ന് പോയിട്ട് ഉമ്മ കൊടുക്കാൻ കാത്തിക്കല്ലേ, ഇന്ന് പോയിട്ട് ഉമ്മ കൊടുക്കുകയും അന്ന് പോയിട്ട് പൊട്ടിക്കാർക്ക് പൊരുത്തപ്പെടിക്കണേ. ആ ഉമ്മാക്ക് ആ ഉപ്പാക്ക് അത് കേൾക്കാൻ പറ്റൂല. ഇന്ന് പോയിട്ട് ഇന്നെന്റെ മക്കൾക്ക് ഉമ്മ ആരാന്ന് മനസ്സിലായിട്ടുണ്ട്, എന്റെ മക്കൾക്ക് ഉപ്പ ആരാന്ന് മനസ്സിലായിട്ടുണ്ട്. ഇന്ന് പോയിട്ട് ഒരു ഉമ്മ കൊടുക്കും മക്കളെ, ആ ഉപ്പ കാണാം ആ ഉമ്മാന്റെ സന്തോഷം, അപ്പ കാണാം ആ ഉപ്പാന്റെ സന്തോഷം. നമ്മൾ ചെറുതാവെ ഉമ്മ എത്ര നമ്മൾ ഉമ്മ കൊടുത്തിട്ടുണ്ട്, ഉമ്മ എത്ര നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, നമ്മൾ ചെയ്തു നോക്കി. അല്ലാഹു ഉമ്മമാർക്ക് സ്നേഹിക്കാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഇവിടെ